കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പ് ഇപ്പോ മറ്റ് സാധാരണ സാധാരണക്കാർക്ക് മനസ്സിലായില്ല എന്നുള്ള വ്യക്തമായൊരു കാര്യം. നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളോട് ആ പ്രായത്തിലുള്ളവരോട് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പൊ ഈ പിളർപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ കുറെ കഴിഞ്ഞാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തൃശ്ശൂരിലൊക്കെ അത് വലിയ രീതിയിലുള്ള ഒരു ട്രമർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യണം, ഏത് പാർട്ടിക്ക് പോകും. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരു എന്താ പറയാ നിർവചിക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. അതൊരു സാധാരണ ദളിതനായ ഒരു പാവപ്പെട്ടവനായ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ എഫക്ട് ചെയ്യാന്ന് മാത്രമേ നമ്മള്. പക്ഷെ അത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് കേരളത്തെ മുഴുവനായിട്ടും സംഭവിച്ച സാധാരണ സാധാരണക്കാർക്ക് സംഭവിച്ച ഒരു കാര്യം. മാത്രമല്ല ഈ ഇന്ത്യയിൽ ഇപ്പൊ ഒരു വേറെ തരത്തിലുള്ള ഒരു അധികാര കേന്ദ്രീകൃത രൂപത്തിലേക്ക് ഒരു വേറെ തരം ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ സ്വഭാവത്തിലേക്ക് വന്നൊരു രാജ്യത്ത് ഇനി ഈ പറയുന്ന വളരെ മൈക്രോ ലെവലിലുള്ള വ്യതിരിക്തതകൾ പറഞ്ഞു നിലനിൽക്കുന്നതിന് പ്രസക്തിയുണ്ട്. അപ്പൊ ഒരു കാലത്ത് കോൺഗ്രസിനെ നിരന്തരം വിമർശിച്ച കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടിക്കൊണ്ടോ CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ ND സഖ്യത്തിനെതിരെ UPA അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഈ സംഭവം. ഇത് എത്ര കാലം ഇത് ഇങ്ങനെ ഇതാക്കാൻ പറ്റും? അപ്പൊ ഈ പറയുന്ന തരം വേർതിരിവുകളുടെ ഐഡിയോളജി ഉണ്ടെങ്കിൽ പോലും ഒരു പൊതുവായ ഒരു സമൂഹത്തിൽ നോക്കുമ്പോൾ ഒരു കൂട്ടായിട്ടുള്ള ഒരു പോരാട്ട സാധ്യതയിലേക്ക് രാജ്യം തന്നെ ഈ ചരിത്രം തീർച്ചയായും വലിയ ധൈര്യത്തോട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം പെട്ടെന്ന് ഈ ഒരു 3 ജനറേഷനെ ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ അസമത്വത്തിന്റെ കഥ പറയുക എന്നുള്ളത് അത്ര പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് ഭംഗിയായി ചെയ്തു. ഈ അടുത്ത ഒരു പ്രോജക്റ്റിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ നിലവിലിപ്പോ ജോലി ചെയ്യുന്നത് മാധ്യമപ്രവർത്തനായി തന്നെ ജോലി തുടരുകയാണ്. അപ്പോ അതുകൊണ്ട് ഇപ്പൊ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് എനിക്ക് 10-18 വർഷം. അപ്പോ ആ ജോലി തുടർന്നു പോകുന്നുണ്ട്. സിനിമ എന്താ പറയാ, നമ്മള് വലിയ രീതിയിലുള്ള വാണിജ്യ സിനിമകളുടെ വിജയങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് വലിയ രീതിയിലുള്ള എന്താ പറയാ അതിന്റെ ഒരു വരുമാനത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേസമയം നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് അതിനെ കൊണ്ടുപോകുകയും വേണം. അപ്പൊ ജോലിയും സിനിമയും കൂടെ എന്താ പറയാ, ജേർണലിസം സിനിമയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് അടുത്തൊരു സിനിമ അനൗൺസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ യാതൊരു തരത്തിലുള്ള ഇതിലേക്ക് നമ്മൾ അങ്ങനെ കടന്നിട്ടില്ല. അതിനിടയിൽ ഞാനൊരു പുസ്തകം എഴുതിയത് DC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ദേശം പല ഭൂഖണ്ഡങ്ങളുണ്ട്. അത് ഇന്ത്യൻ റിപ്പോർട്ടേഴ്സാണ്, യാത്രകൾ നടത്തിയ യാത്രകളാണ് റിപ്പോർട്ടിംഗ്. അത് അതിന്റെ ഇടയിൽ നടന്നതാണ്. ഇതെല്ലാം ഇതിന്റെ ഇടയിലൂടെ നടക്കും എന്ന് വിചാരിക്കും. പക്ഷെ പലപ്പോഴും ഈ വലിയ വ്യാപാര വിജയം നേടിയിട്ടുള്ള സിനിമകൾ, കച്ചവട സിനിമകളിൽ ഇപ്പൊ ആ ഒരു ദിവസങ്ങൾ കഴിഞ്ഞാൽ പലപ്പോഴും ആ സിനിമയെ കുറിച്ച് ആരും അറിയുന്നില്ല. ഇപ്പൊ നമുക്കറിയാം 100 കണക്കിന് സിനിമകൾ ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പോ CID നസീർ സിനിമകളെല്ലാം തന്നെ വലിയ വാണിജ്യ വിജയം നേടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് ഓർക്കുന്നില്ല. പക്ഷെ അതേസമയം ഒരൊറ്റ സിനിമ ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ട്. ഇപ്പോ അവതാർ കൃഷ്ണഗൗഡന്റെ 27 ഡൗൺ ഇന്ന് 50 വർഷം ഒറ്റ സിനിമ കൊണ്ട് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് എന്തായാലും ഈ സിനിമയിൽ കൂടുതൽ സംഭാവനകൾ ഉണ്ടാവും. ഈ സിനിമയിലെ പ്രൊട്ടഗോണിസ്റ്റായ നായകഥാപാത്രമായിട്ടുള്ള കോരൻ റോളില് സെന്തിലിനെ കാസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇർഷാദിനെ മകന്റെ റോൾ കാസ്റ്റ് ചെയ്യാൻ, ഈ കാസ്റ്റിംഗില് എങ്ങനെയാണത് ശ്രദ്ധിച്ചത്? സെന്തിലിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് ആഷിഖ് കപൂറിന്റെ വൈറസ് എന്ന് പറയുന്ന സിനിമ മിനിസ്റ്ററായിട്ട് അഭിനയിച്ച സമയത്താണ് താടി ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പുള്ളിയുടെ തന്നെ രാജീവിയുടെ കുറ്റവും ശിക്ഷ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഞാൻ അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ പുള്ളിയെ കാണുന്നത്, കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ തുറമുഖത്തിൽ മുള്ളിൽ അങ്ങനെ ഒരു താടി വെച്ചിട്ടുള്ള ക്യാരക്ടർ, അപ്പൊ ആ ലുക്കാണ് ആദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ അവിടെ ആ സിനിമയിൽ തന്നെയുള്ള അവരുടെ രാജീവിയുടെ അസോസിയേറ്റഡ് ലുക്കാണ് ഈ സിനിമയുടെ ഭാഗമായിരുന്നു. പുള്ളി ആണ് സജസ്റ്റ് ചെയ്തത് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ഇർഷാദിന് നല്ല അപ്രീസിയേഷൻ ആണ് കിട്ടുന്നത്. ഒരു ചെറുപ്പക്കാരനായ ഒരാൾ ഈ കഥാപാത്രം ചെയ്യുകയും മകനായിട്ട് ഒരുപക്ഷെ സെന്തിലിനേക്കാൾ പ്രായമുള്ള ഇർഷാദ് മകനായി അഭിനയിക്കുന്നതിനുള്ള വ്യത്യാസം അതിനകത്തുണ്ട്. പലരും ചോദിച്ചതും പലരും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്ഫുൾ ആയിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ സിനിമ കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇർഷാദിനെ സംബന്ധിച്ച് അങ്ങനെ ഒരാൾ വേണമായിരുന്നു ഇതിന് രണ്ടിനും വേണ്ടി. ഒരു
അതായത് കേരളത്തിൽ നമ്മള് ഈ രാജ്യത്ത് ഇത്തരം വിഷയങ്ങളിൽ സ്കിൻ ടോൺ ഒരു വലിയ ഫാക്ടറാണ്. ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഈ അത്തരത്തിലുള്ള റേസിസ്റ്റ് സാധനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. മീൻസ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ദളിതല്ല എന്ന് ഉള്ള ഒരു വളരെ അവരോട് തോന്നുന്ന ഒരു അസംഷന്റെ ഭാഗമായിട്ടുള്ള അതേ അനുഭവം അല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന സ്കിൻ ടോണിൽ വ്യത്യാസമുള്ള വേറൊരാൾക്കുണ്ടാകും. അപ്പൊ ഇത് പലപ്പോഴും സംഭവിക്കാം. അതായത് ഇപ്പം ഞാൻ നോർത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിക്കും ആൾക്കാർ. കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ അച്ഛന്റെ പേര് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ എവിടെ നിന്നാണോ പറയാമെന്ന് ചോദിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, എവിടത്തെയാണോ പറയാം, അത് തറവാട്ടിലെ പേര് അറിയണം, ആ തറവാട് ഏത് ജാതിയുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയണം, മനസ്സിലായി. അപ്പൊ അതിനിടയിൽ വരുന്ന ആളുകളാണ് ഞാനൊക്കെ. അപ്പൊ എന്നെ അങ്ങനെ ഒരു പ്രത്യേക ടാഗിൽ പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നവരെയും പലർക്കും അറിയില്ലായിരുന്നു, ഞാൻ പറയുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഇതിന് രണ്ടിനും ഇടയിൽ വേണം എന്ന് എനിക്ക് തോന്നുന്നു. അതിന് പറ്റുന്ന ഒരാൾ എന്ന രീതിയിലാണ് ആ കാസ്റ്റിങ്ങുകളെല്ലാം നല്ല രീതിയിലാണ് വന്നത്. പിന്നെ ഇലവിഴ പൂന്തിര ഉൾപ്പെടെയുള്ള സിനിമകൾ ക്യാമറ ചെയ്തത് മനീഷ് മാധവനാണ്. ആ ക്യാമറ വളരെ നന്നായിരുന്നു. പല ഫ്രെയിമുകളും വളരെ. മനീഷ് 2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമാറ്റോഗ്രാഫറാണ്. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത് ഗോകുൽദാസ് ആണ്. ജല്ലിക്കെട്ടും ചുള്ളിയും പുറമുഖവും മടിപ്പാടും ഒക്കെ ചെയ്ത, ജൂജിയൊക്കെ ചെയ്ത ഗോകുൽദാസ് ആണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ. പിന്നെ പ്രവീൺ മംഗൽക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന പുള്ളിയാണ് ഇതിന്റെ എഡിറ്റർ. പുള്ളി ടെൻ സ്പോർട്സിന്റെ പ്രൊമോക്കറ്റ് എഡിറ്ററായിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു. അപ്പോ പുള്ളിക്ക് ഇതിന്റെ ഒരു പേസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇതിന് ഒരു ഭയങ്കര സ്ലോ ആയിട്ടുള്ള സിനിമയാക്കാതെ കുറച്ചുകൂടെ അതിന് പേസ് വെക്കാൻ, എന്താ പറയുക, കാലഘട്ടത്തിലേക്ക് ജമ്പ് കിട്ടി ചെയ്യാനൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് തന്നെ ചെയ്തതാണ് അത്. കാരണം പെട്ടെന്ന് മൂവ് ചെയ്യും വേണമായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇപ്പൊ എമ്പുരാൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ മേക്കപ്പ് മാനാണ് ശ്രീജിത്ത് ഗുരുവാരാണ് അതിന്റെ മേക്കപ്പ് മാൻ. അപ്പൊ എല്ലാം മലയാളത്തിലെ ഏറ്റവും രാധാകൃഷ്ണനാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാഷണൽ അവാർഡ് കിട്ടിയ രാധാകൃഷ്ണനാണ് സൗണ്ട് ഡിസൈൻ. രാധാകൃഷ്ണൻ അവിടുത്തെ ചിത്രഞ്ജലിയിലെ ബാക്കി അനൂത്തിൽ സതീഷ് ഉൾപ്പെടെയുള്ളവരാണ്. കാസ്റ്റിംഗ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. അഭിപ്രായങ്ങളും ആണ് ഇതിനകത്ത് കാസ്റ്റിംഗ് ചെയ്യുന്നത്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കാസ്റ്റിംഗ് ഡയറക്ടറാണ്. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ചെയ്ത അജയ് ജാലിശ്ശേരി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ട് ഡയറക്ടറാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ മഹേഷ് നവതിയൊക്കെ ചെയ്ത അജയനാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്തത്. അപ്പൊ മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട 2 ആർട്ട് ഡയറക്ടർമാർ ഒരേ ടൈറ്റിൽ കാർഡിൽ വന്ന സിനിമയാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത് കണ്ട നമുക്ക് ഒരുപാട് എല്ലാ മാധ്യമങ്ങളിലൂടെയും വലിയ പോസിറ്റീവ് റിവ്യൂസ് വരുന്നു. കണ്ടവരെല്ലാം ഫേസ്ബുക്കിലൂടെ വലിയ രീതിയിൽ എഴുതുന്നു. പിന്നെ എല്ലാ സ്ട്രീമിലും പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാർ അവർക്ക് കണക്ട് ആയി വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരു തട്ടിലേക്ക് ഉള്ള ആളുകളിൽ മാത്രം ആസ്വദിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്ത സിനിമ അല്ലാതായി വലിയ സന്തോഷം. അതിലിപ്പോ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത ആളുകള് ശരിക്കും ഈ സൊസൈറ്റിയുടെ വലിയൊരു ഭാരം അനുഭവിക്കുന്നവരാണ്. അപ്പൊ ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും. വളരെ ആപ്റ്റായി കാസ്റ്റിംഗ്, അത് സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ